ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു തത്തുമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ ടൈറ്റിൽ കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ നിന്ന് ഉള്ള മെസ്സേജ്, ഡിവൈൻ ഗൈഡൻസ്, ഡയറക്റ്റ് മെസ്സേജസ് ആണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യം ഇപ്പം എന്തോ ആയിക്കൊള്ളട്ടെ, അതിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള തിരിച്ചറിവുകൾ, മെസ്സേജസ്, അതൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. യൂണിവേഴ്സിൽ നിന്നുള്ള ഒരു ഗൈഡൻസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇത് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്, കൂടാതെ ജെൻഡർലെസ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. നിങ്ങൾ ഇത് ഏത് സമയത്താണോ കാണുന്നത് ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾക്ക് ഇതിലുള്ള മെസ്സേജസ് റെസനേറ്റഡ് ആവുന്നത്. കാര്യം നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ഒരു സമയത്താണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് പോപ്പപ്പ് ആയിട്ട് വരിക. നമ്മളിലേക്ക് ഓരോ മെസ്സേജസ്, അത് വീഡിയോസ് വഴിയായിരിക്കാം, ഇൻഫർമേഷൻസ് ബുക്സ് വഴിയായിരിക്കാം, വ്യക്തികൾ വഴി, സാഹചര്യങ്ങൾ വഴിയൊക്കെ ആയിരിക്കാം. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കാതെ നിങ്ങളിലേക്ക് തനിയെ വരുന്നു എങ്കിൽ അത് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ആ ഒരു സമയത്ത് എത്തിക്കുന്നത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ യൂസ്ഫുൾ ആകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ആ ഇൻഫർമേഷൻസിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടായിരിക്കും. ഐദർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് ഉണ്ടായിരിക്കും അതിൽ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഡയറക്റ്റ് മെസ്സേജസ് ആണ്, ഗൈഡൻസ് മെസ്സേജസ് ആണ്. അതുപോലെ കൈ ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. താങ്ക്സ് ടു ഓൾ ഹു പ്രേഡ് ഫോർ മീ. നമ്മളിവിടെ 3 ഗ്രൂപ്പ്സ് ഓഫ് കാർഡ്സ് വെച്ചിട്ടുണ്ട്. അതിൽ മാസ്റ്റർ കാർഡ്സ് വരുന്നത് കാർഡ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 1 ഗിൽറ്റ്, ഗ്രൂപ്പ് നമ്പർ 2 കറേജ് ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3 ഡൗട്ട് ആണ് വരുന്നത്. നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി ഇതിലേതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഒന്ന് ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് മറ്റ് വ്യക്തികളെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജസ് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിതിൽ മൾട്ടിപ്പിൾ കാർഡ്സും ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾ സെലക്ഷൻസ് നടത്തി എന്ന് വിചാരിക്കുന്നു. നമുക്ക് കാർഡ് നമ്പർ 1 ഗിൽറ്റ് ചൂസ് ചെയ്ത നിങ്ങളുടെ ഡിവൈൻ ഗൈഡൻസ് മെസ്സേജസിലേക്ക് നമുക്ക്, യെസ്, സോ ഗ്രൂപ്പ് നമ്പർ 1 ഗിൽറ്റ് സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗ് ആണ്. ഇതിൽ നമുക്ക് വന്നിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത് ഇന്നർ ചൈൽഡ് ഹീലിംഗ്, സെഡർ ഓഫ് ലെബനൻ, സ്വാർഡ് ഓഫ് ലൈറ്റ്, ഗ്രേറ്റ് ടീച്ചർ ആൻഡ് ദിസ് ഇസ് യുവർ ഏഞ്ചൽ മെസ്സേജ്. നമുക്കത് അവസാനം നോക്കാം. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾക്കുള്ള കാർഡ് എന്ന് പറയുന്നത് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആണ്. എന്താണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്നത്? ഈ ഒരു കാർഡ് നിങ്ങളോട് പറയുന്നത്, നമ്മളുടെ എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ വാട്ട് എവർ യുവർ സിറ്റുവേഷൻസ്, നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്ത് തന്നെ ആണെങ്കിലും, നിങ്ങളിപ്പോൾ ഏതൊരു അവസ്ഥയിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും, എല്ലാ വ്യക്തികളുടെയും ഉള്ളിൽ ജനിച്ചു വളർന്ന സാഹചര്യത്തിൻ്റെ, നിങ്ങളുടെ ചൈൽഡ്ഹുഡിൻ്റെ ഒരു മെമ്മറീസ്, അത് നിങ്ങളെ ഇപ്പോഴത്തെ നിങ്ങളാക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഏതവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളെന്നുണ്ടെങ്കിലും എല്ലാ വ്യക്തികളും ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ഡിസ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് മൊമെന്റ്സിൽ കൂടി കടന്നു പോയിട്ടുണ്ടായിരിക്കാം. ചില വ്യക്തികൾക്ക് അവരുടെ ചൈൽഡ്ഹുഡ് ടോട്ടലി ഒരു ഡിസാസ്റ്റർ ആയിരുന്നിരിക്കാം, സോറി ടു സേ. പക്ഷെ ഓരോ വ്യക്തികളുടെയും കർമ്മ അനുസരിച്ചിട്ടുള്ള ലൈഫ് ടൈമാണ്, ലൈഫ് ഷേപ്സ് ആണ്, ഫോംസ് ആണ് അവർ ചൂസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ചില വ്യക്തികൾക്ക് നല്ല ചൈൽഡ്ഹുഡ് ആയിരുന്നിരിക്കാം, എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ മൊമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ട്രോമ, ഒരു ഫിയർ ആയിട്ടൊക്കെ നിങ്ങളുടെ ഡിസിഷൻ മേക്കിങ്ങിനെയും നിങ്ങളുടെ ഫീലിങ്സിനെയും ഇമോഷൻസിനെയും ഒക്കെ തന്നെ അത് മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതൊരു ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. നെഗറ്റീവ് ഇമോഷൻസ് ആവുമ്പോൾ അത് പെട്ടെന്ന് തന്നെ നിങ്ങളെ അത് കൂടുതലായിട്ട് ബാധിക്കും. ചെറിയ ചെറിയ ഇൻസിഡൻസ് മതി, പക്ഷെ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് അവരുടെ ഇമോഷൻസ്, അവർ പെട്ടെന്നൊരു സ്പഞ്ച് പോലെയാണ്, അവർ ചുറ്റുമുള്ളതെല്ലാം പെട്ടെന്ന് ഗ്രാബ് ചെയ്യും, അതല്ലെങ്കിൽ അബ്സോർബ് ചെയ്യും. ചൈൽഡ്ഹുഡിന് ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ
അത് ഏറ്റവും കൂടുതൽ നിങ്ങളെ ബാധിക്കുന്നത് രണ്ട് കാര്യത്തിലാണ്. ഒന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്സിനെയും, രണ്ട് നിങ്ങളുടെ ഡിസിഷൻ മേക്കിങ്ങിനെയും. ഇത് രണ്ടും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ സാധിക്കാത്ത ഒരു എനർജിയാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് നടക്കാത്ത വ്യക്തികൾക്ക് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല. നിങ്ങൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ചൈൽഡ്ഹുഡ് വളരെ ബ്യൂട്ടിഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത ചെറിയ ചെറിയ ട്രോമാസ് അവിടെ ഒളിഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ്. ചില വ്യക്തികൾക്കാണെങ്കിൽ അവർക്ക് വലിയ ഇഷ്യൂസ് ചൈൽഡ്ഹുഡിൽ ഉണ്ടെങ്കിൽ, പാരൻസിനെ നഷ്ടപ്പെടുക, അതല്ലെങ്കിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള പാരൻസ് ഉണ്ടാവുക, അതുപോലെ പല സാഹചര്യത്തിൽ കൂടി കടന്നു പോവുക എന്നൊക്കെയുള്ള വ്യക്തികൾക്കാണെങ്കിൽ അവർ ഓൾറെഡി അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവരാണെങ്കിൽ പോലും ഇതിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കാം എന്നുള്ള ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള ഒരു റീഡിംഗ് ആണ്. നിങ്ങൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് എങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ആ ഒരു കൊച്ചു കുട്ടിയുടെ കണ്ണിൽ കൂടി നിങ്ങളെ നോക്കി കാണുക, ലോകത്തിനെ നോക്കി കാണുക. അവിടെ ആ കുട്ടി, നിങ്ങളിലുള്ള ആ കുട്ടിക്ക് എന്താണ് ലോകത്തിൽ നിന്ന് ആവശ്യം? ആ ഒരു കൊച്ചു കുട്ടിക്ക് അവിടെ മെറ്റീരിയലിസ്റ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല, ഫിനാൻസോ അല്ലെങ്കിൽ വലിയ ലക്ഷറിയസ് ഐറ്റംസോ ഒന്നും ആയിരിക്കില്ല. ചെറിയ ചെറിയ മൊമെന്റ്സ് ആയിരിക്കും ആ ഒരു കൊച്ചു കുട്ടിക്ക് ആവശ്യം എന്ന് പറയുന്നത്. ഒരു കെയർ ആയിരിക്കും, ഒരു ഹഗ് ആയിരിക്കും, നിങ്ങളുടെ പാരൻസിന്റെ ടൈം ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് അനുഭവിക്കാനായിട്ട് പറ്റിയിട്ടില്ലെന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ സ്വയം അഡൾട്ട് ആയിട്ടുള്ള നിങ്ങളുടെ ഉള്ളിലെ കുട്ടിക്ക് അത് കൊടുക്കുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ആക്ച്വലി ഒരു ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് വഴി നിങ്ങൾക്ക് സ്വയം പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഒരു NLP സെഷൻ പോലെ നിങ്ങൾക്ക് ഇത് പഠിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് സ്വയം ഹീൽ ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്കൊരു ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ അത് കിട്ടുന്ന വ്യക്തികളിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കാവുന്നതുമാണ്. നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കൂടി തന്നെ നമ്മൾ ഒരുപാട് ഹീലിങ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ സ്പിരിച്വൽ ഹീലിംഗ് സെഷനിൽ ഒരു മേജർ ആയിട്ടുള്ള ഒരു പോർഷൻ തന്നെയുണ്ട് നമുക്ക് ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എല്ലാ വ്യക്തികളും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരു മേജർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളുടെ ഉള്ളിലെ ആ കുട്ടിയെ എങ്ങനെ നിങ്ങൾക്ക് ഹീൽ ചെയ്ത് ഹാപ്പി ആക്കാം എന്നുള്ളത്. സോ അതാണ് നിങ്ങൾക്ക് ഇവിടെ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള ആദ്യത്തെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് ഇവിടെ സ്വാർഡ് ഓഫ് ലൈറ്റ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഒരു ചൈൽഡ് ഉള്ളിലുള്ളതിനെ നിങ്ങൾ ഹാപ്പി ആക്കി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ബാഗേജ് കുറഞ്ഞതുപോലെ ഫീൽ ചെയ്യും. നിങ്ങൾക്കൊരു ഫിയർലെസ്നെസ് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. ഇവിടെ ഡിവൈൻ പ്രൊട്ടക്ഷൻ, കോഡ് കട്ട്സ്, ബ്രേക്ക് ത്രൂ എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ വൺസ് ഹീൽ ആയി കഴിയുമ്പോൾ, ഇവിടെ ഹൈ സ്പിരിച്വൽ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഹീൽ ആയി കഴിയുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ പൊട്ടൻഷ്യലിലേക്ക് നിങ്ങൾ ടാപ്പ് ഇൻ ചെയ്യാനായിട്ട് തുടങ്ങും. ഇവിടെ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ വളരെ സ്പിരിച്വലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. സ്പിരിച്വലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുമ്പോൾ അതിന് അർത്ഥം ഇത് കാര്യത്തിനെയും വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും നിങ്ങളുടെ ഇമോഷൻസിനെയും മറ്റ് വ്യക്തികളുടെ ഇമോഷൻസിനെയും സാഹചര്യത്തിനെയും ഒക്കെ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്ത് അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ, ഒരു അണ്ടർസ്റ്റാൻഡിങ് നേടിയെടുക്കാൻ പറ്റുന്ന വ്യക്തികളാണ് എന്ന് ഉള്ളതാണ് സ്പിരിച്വാലിറ്റി കൊണ്ട് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കൊരു വ്യത്യസ്തമായ പേഴ്സ്പെക്റ്റീവിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, ഡീപ്പർ ആൻഡ് ഡീപ്പർ ആയിട്ട് നിങ്ങൾക്ക് സോളിനോട് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ വ്യക്തികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴും നിങ്ങൾ അവരുടെ എനർജി പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അപ്പൊ അങ്ങനെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു എനർജി എക്സ്ചേഞ്ച് നടത്തുന്ന സമയത്ത്, നമ്മൾ ഒരു വ്യക്തികളുമായിട്ടും ഇന്ററാക്ഷൻസ് നടത്തുന്ന സമയത്ത് എനർജി എക്സ്ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ എനർജി എക്സ്ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ഇൻവിസിബിൾ എനർജി കോഡ്സ് ഫോം ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ വ്യക്തികൾ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജീസ് ആണ് തരുന്നത് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ലൈഫിൽ സാരമായിട്ട് ബാധിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അത് നെഗറ്റീവ്ലി നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും. നിങ്ങൾക്ക് ഇല്ലാത്ത വിഷമം നിങ്ങൾക്ക് പെട്ടെന്ന് അനുഭവിക്കുന്നു, നിങ്ങൾക്ക് ഇല്ലാത്തൊരു നെഗറ്റിവിറ്റി നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നുന്നു, ഈവൻ നിങ്ങൾക്ക് ഇല്ലാത്ത വേദനകൾ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. ഇതുവരെ ഇല്ലായിരുന്നു, പക്ഷെ നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞ കുറച്ച് ദിവസത്തിനുള്ളിലൊക്കെ നിങ്ങൾക്ക് നെഗറ്റിവിറ്റി തന്നെ തോന്നുകയാണ്. നിങ്ങൾ കാരണം അന്വേഷിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല
നിങ്ങളുടെ ലൈഫിൽ പ്രത്യേകിച്ച് അങ്ങനെ വ്യത്യസ്തമായിട്ടൊരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനോ ഒന്നും തന്നെ നടന്നിട്ടില്ല എങ്കിൽ കൂടി നിങ്ങൾക്കൊരു നെഗറ്റിവിറ്റി ഉള്ളിൽ തന്നെ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഇന്ററാക്ട് ചെയ്ത വ്യക്തികളുടെ എനർജി നിങ്ങൾ ക്യാച്ച് ചെയ്യുന്നതാണ്. ആ ഒരു എനർജിയെ നിങ്ങൾ ബ്ലോക്ക് ചെയ്യാൻ, അത് നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നും അകന്നിരുന്നാൽ പോലും അവിടെ ആ ഒരു ഇൻവിസിബിൾ എനർജി കോഡ് ഫോം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ നെഗറ്റീവ് ഇമോഷൻസ് നിങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആ ഇൻവിസിബിൾ കോഡ്സ് നിങ്ങൾ കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ് ഇവിടെ സ്വേർഡ് ഓഫ് ലൈറ്റ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. കോഡ് കട്ടിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം തന്നെ ബേസിക്കലി ഒരു സ്പിരിച്വൽ ഹീലിംഗിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പം ഈ കോഡ് കട്ടിംഗ് ഒക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് എന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് യൂട്യൂബ് വീഡിയോസ് എല്ലാം അവൈലബിൾ ആണ് ഇതിനുള്ളത്. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് ഗൈഡൻസ് എടുക്കാവുന്നതാണ്. കോഡ് കട്ടിങ് എങ്ങനെയാണ് എന്നൊക്കെയുള്ളത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. യെസ്, അതൊരു വലിയൊരു മെസ്സേജാണ് നിങ്ങൾക്ക് തരാനുള്ളത്. ആൻഡ് സെഡർ ഓഫ് ലെബനൻ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. ഇത് റൂട്ട് എനർജിയാണ്. റൂട്ട് എന്ന് പറയുമ്പോൾ സ്പിരിച്വൽ സ്ട്രെങ്ത് ആണ് ഇവിടെ. സ്പിരിച്വൽ സ്ട്രെങ്ത് ആൻഡ് ഗ്രോത്ത് ആണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ സ്പിരിച്വലി റൂട്ടഡ് ആവുകയാണ്. നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളുടെ ഹീലിംഗ് പ്രോസസ്സ് നിങ്ങൾ വളരെ പ്രോഗ്രസീവ് ആയിട്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് വൺസ് നിങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു 60% ഹീലിംഗ് പ്രോസസ്സ് തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അതുപോലെ നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് കോഡ് കട്ടിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പം അത് നിങ്ങൾ ചെയ്യുന്നത് വഴി നിങ്ങളുടെ എനർജി ഹീൽഡ് ആയിട്ടുള്ള നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നിലനിർത്തിക്കൊണ്ട് പോവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ സെഡർ ഓഫ് ലെബനൻ പറയുന്നത് നിങ്ങളുടെ ഇൻസ്റ്റിങ്സിനെ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. യു ആർ ഗ്രോയിങ് ലൈക്ക് എനിത്തിങ് എന്നുള്ള ഒരു എനർജി നിങ്ങളുടെ വേരുകൾക്ക് ബലം വയ്ക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടേക്ക് നിങ്ങൾ കർമ്മ കോൺഷ്യസ് ആയിരിക്കും. കർമ്മ കോൺഷ്യസ് എന്ന് പറയുമ്പോൾ കർമ്മ എന്താണ്, ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നുള്ള ഒരു അവബോധം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രത്തോളം നെഗറ്റീവ് കർമാസ് നിങ്ങൾക്ക് കുറച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു അവബോധം നിങ്ങളിൽ വരികയാണ്. ഈ കർമ്മ ഞാൻ എപ്പോഴും പല വീഡിയോസിലും പറയുന്നത് പോലെ നിങ്ങൾക്ക് 3 രീതിയിലാണ് കർമാസ് ഫോം ചെയ്യുന്നത്. ആദ്യം നിങ്ങളുടെ ചിന്തയിൽ കൂടി തോട്ട്സ്, പിന്നെ നിങ്ങളുടെ സംസാരം സ്പീച്ച്, ആൻഡ് മൂന്നാമത് നിങ്ങളുടെ പ്രവൃത്തി ആക്ഷൻസ്. സോ തോട്ട്സ്, സ്പീച്ച് ആൻഡ് ആക്ഷൻസിൽ കൂടിയാണ് നിങ്ങൾക്ക് കർമാസ് ഉണ്ടായി വരുന്നത്. അപ്പം അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും. സോ ട്രൈ ടു തിങ്ക് പോസിറ്റീവ്ലി, സ്പ്രെഡ് പോസിറ്റീവ് എനർജി. നിങ്ങൾക്ക് പറ്റുന്നത് പോലെ നിങ്ങൾ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റ് വ്യക്തികളെക്കാട്ടിലും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങളുടെ കാർമിക് ബാഗേജസ് അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പുതിയ നല്ല പോസിറ്റീവ് കർമാസ് നിങ്ങൾ ബിൽഡ് ചെയ്ത് എടുക്കുകയും ചെയ്യും. അത് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സ് ആയിട്ട് ഒരു കോസ് ആൻഡ് എഫക്റ്റ് പോലെ നിങ്ങളിലേക്ക് ഡെഫിനറ്റ്ലി വരികയും ചെയ്യും എന്നുള്ളൊരു എനർജിയാണ്. ആൻഡ് ഇവിടെ ഗ്രേറ്റ് ടീച്ചർ, ലേൺ ഫ്രം സ്പിരിച്വൽ എക്സ്പീരിയൻസ് എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള അടുത്തൊരു മെസ്സേജ്. ഇത് നിങ്ങളുടെ മാസ്റ്റർ കാർഡ് എനർജി, നിങ്ങൾ ഗിൽറ്റ് അതുമായിട്ട് നിങ്ങൾക്ക് ചേർത്ത് വെക്കാവുന്നതാണ്. ഐ റിലീസ് എനി ബിലീഫ് ദാറ്റ് നോ ലോnger അസിസ്റ്റ് ഇൻ മൈ സോൾസ് ഗ്രോത്ത്. ഇതെല്ലാം വളരെ കണക്റ്റഡ് ആയിട്ടുള്ള എനർജിയാണ്. കാരണം ആസ് എ ചൈൽഡ് നിങ്ങളിൽ ഉണ്ടായിരിക്കുന്ന പല ട്രോമാസ്, പല ഫിയേഴ്സ്, പല ഇൻസെക്യൂരിറ്റീസ്, ഇതെല്ലാം നിങ്ങളിൽ ഒരു തരത്തിലുള്ള ഒരു ഗിൽറ്റ് ഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ കേപ്പബിൾ ആണോ, അല്ലെങ്കിൽ ഞാൻ ഡിസേർവിങ് ആണോ എന്നൊക്കെ ഉള്ള തരത്തിലുള്ള നെഗറ്റീവ് ഇമോഷൻസ് നിങ്ങളിൽ വളരെ ശക്തമായിട്ട് അടിയുറച്ചിട്ടുണ്ട്. എന്നാൽ അതൊക്കെ നിങ്ങൾക്ക് ഈ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുന്നതോടൊപ്പം റിലീസ് ചെയ്യാൻ പറ്റും. അതിൽ മേജർ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ഇമോഷൻ നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നത് ഗിൽറ്റാണ്. അതായത് നിങ്ങളുടെ അറിവില്ലാത്ത സമയത്ത് നിങ്ങളുടെ അൺഹീൽഡ് വേർഷനിൽ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് അന്നേരം റോങ് ആണെന്ന് അറിയില്ല. നിങ്ങൾക്ക് അതിനുള്ള കറക്റ്റ് ഗൈഡൻസ് ഇല്ല, ഇൻഫർമേഷൻസ് ഇല്ല. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഹീൽഡ് വേർഷനിൽ നിന്ന് തിരിഞ്ഞ് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് മിസ്ഡ് ഔട്ട് ആയത് മാതിരി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ
അത് നിങ്ങൾക്കൊരു ഗിൽട്ടായിട്ട് ഫോം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. അതുപോലെ മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസിന് മാത്രമല്ല, നിങ്ങൾക്ക് തെറ്റായ ഡിസിഷൻസ് പല രീതിയിലും നിങ്ങൾ പല വ്യക്തികളുമായിട്ടും സാഹചര്യമായിട്ടും ഒക്കെ എടുത്തിട്ടുള്ള ഇമോഷൻസിനും ഡിസിഷൻസിനും ഒക്കെ ഒരു ഗിൽറ്റ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ടോട്ടലി അത് ലെറ്റ് ഗോ ചെയ്യേണ്ട ഒരു സമയമാണ്. റിലീസ് ചെയ്യുക, സറണ്ടർ യുവർ സെൽഫ് ടു യുവർ യൂണിവേഴ്സ്. നിങ്ങൾ കംപ്ലീറ്റ്ലി യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. നിങ്ങളുടെ ഈ ഒരു പ്ലാൻ എല്ലാം തന്നെ, ലൈഫ് പ്ലാൻ എല്ലാം തന്നെ യൂണിവേഴ്സിന്റെ ഒരു ഭാഗമായിട്ടുള്ള നിങ്ങളുടെ സ്പിരിച്വൽ ജേർണിയോട് ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് വാട്ട് എവർ ഇസ് യുവർ പാസ്റ്റ് അത് ലെറ്റ് ഗോ ചെയ്യുക. പക്ഷെ ഇവിടെ ഈ ഒരു ഗ്രേറ്റ് ടീച്ചർ എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസസിൽ നിന്നും നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരുപാട് ലെസൺസ് ഉണ്ട്. ആ ലെസൺസ് നിങ്ങൾക്ക് മുന്നോട്ട് എങ്ങനെ നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള ലെസൺസ് ആണ്. അത് എംബ്രേസ് ചെയ്യുക. അത് കൂടുതലായിട്ട് നിങ്ങൾ പഠിക്കാനായിട്ടും അനലൈസ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. അതിൽ നിന്ന് നിങ്ങളുടെ തന്നെ പാസ്റ്റിനെ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കാനാകും നിങ്ങളെ എന്നുള്ള ഒരു മെസ്സേജാണ്. അത് നിങ്ങളുടെ സ്പിരിച്വൽ എക്സ്പീരിയൻസസ് ആയിട്ട് എടുക്കുക. നിങ്ങൾക്കൊരു പാറ്റേൺ പോലെ ഒരുപാട് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ, സിമിലർ ആയിട്ടുള്ള മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടെങ്കിൽ, ഫെയിലിയേഴ്സ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളെ കറക്ഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി യൂണിവേഴ്സ് കൊണ്ടു തന്നുകൊണ്ടിരുന്ന ചാലഞ്ചസ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, യെസ്. ആൻഡ് നിങ്ങളുടെ ഈ ഒരു ഹീലിംഗ് പ്രോസസ്സ് മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ലൈഫും ചേഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ആൻഡ് നോട്ട് ദി റൈറ്റ് ടൈം എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏഞ്ചൽ മെസ്സേജ്. അപ്പം നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹീലിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക എന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ യൂണിവേഴ്സ് തരുന്നത്. സോ ഇപ്പോൾ നിങ്ങൾക്ക് അതിന് പറ്റിയ ഒരു സമയമല്ല. ഇതേ കാര്യം നിങ്ങൾക്ക് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ കുറച്ചൊന്ന് പോസ്റ്റ്പോൺ ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കും. അത് യൂണിവേഴ്സിന്റെ ഒരു റൈറ്റ് ടൈമിങ്ങിൽ നിങ്ങളിലേക്ക് തന്നെ അത് വരും. നിങ്ങൾ ഇപ്പോൾ അത് ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് എന്ത് തന്നെയാണെങ്കിലും എന്നുള്ള ഒരു മെസ്സേജാണ് തരുന്നത് ഇവിടെ. നിങ്ങളുടെ ഒരു ഹീലിംഗിന്റെ ഒരു ഭാഗമായിട്ട് ഉള്ള മെസ്സേജസ് ആണ്. സ്പിരിച്വാലിറ്റി വളരെ ഹൈ ആയിട്ടിരിക്കുന്ന വ്യക്തികളാണ്, സ്പിരിച്വലി വളരെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള, നിങ്ങൾക്ക് എക്സ്ട്രാ ഓർഡിനറി വിസ്ഡം ലഭിക്കേണ്ട വ്യക്തികളാണ്. ഗ്രൂപ്പ് നമ്പർ 1. സോ ഇതാണ് നിങ്ങൾക്കുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഡിവൈൻ ഗൈഡൻസ് ഫ്രം ദി യൂണിവേഴ്സ്. ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പാറ്റേൺസ് പോലെ ഇങ്ങനെ ബ്രേക്കപ്പ്, സെപ്പറേഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ഒരു അൺഹീൽഡ് വേർഷൻ ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നതും സിമിലർ ആയിട്ടുള്ള എനർജീസ് ആയിരിക്കും. അതായത് അൺഹീൽഡ് വേർഷൻ ഓഫ് സോൾസിനെ ആയിരിക്കും നിങ്ങളും അട്രാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിന് നല്ലതല്ലാത്തത് കൊണ്ട് തന്നെ യൂണിവേഴ്സ് അത് നിങ്ങളിൽ നിന്ന് മാറ്റിക്കളയും. അത് നിങ്ങൾക്കൊരു ബ്രേക്കപ്പ് ആയിട്ടോ സെപ്പറേഷൻ ആയിട്ടോ ഒക്കെ വരും. അതുപോലെ തന്നെയാണ് ചില സാഹചര്യങ്ങളും ഫ്രണ്ട്ഷിപ്സും നിങ്ങളുടെ ഈവൻ കരിയർ പോലും നിങ്ങളുടെ സോൾ പേർപ്പസുമായിട്ട് അലൈൻഡ് അല്ലാത്തതൊക്കെ യൂണിവേഴ്സ് നിങ്ങളിൽ നിന്ന് അകറ്റി മാറ്റും എന്നുള്ളതാണ്. എന്നാൽ വൺസ് യു സ്റ്റാർട്ട് ഹീലിംഗ്, നിങ്ങളുടെ ഹീലിംഗ് പ്രോസസ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്ക് നിങ്ങളുടെ സോൾ പേർപ്പസിലേക്ക് നിങ്ങൾ ലാൻഡ് ചെയ്യും. അപ്പൊ നിങ്ങളുടെ റൈറ്റ് വേർഷനിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്ന സമയം തൊട്ട് നിങ്ങൾക്ക് വേണ്ട റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. യെസ്, അപ്പോൾ റൈറ്റ് റിലേഷൻഷിപ്പ്, റൈറ്റ് കരിയർ എല്ലാം, നിങ്ങളുടെ ഡ്രീംസ് ആൻഡ് ഗോൾസ് എല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ. നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. നമ്മുടെ ചാനൽ കാണുന്ന വ്യൂവേഴ്സിൽ ഒരു 75% ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിനും അത് ഹെൽപ്പ് ചെയ്യും. നിങ്ങളിലേക്ക് കൂടുതലായിട്ടുള്ള സ്പിരിച്വൽ സബ്ജക്ട്സ് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് അത് നമുക്കൊരു മോട്ടിവേഷനും ആയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ കൺസൾട്ടേഷൻ ആണ് ആവശ്യം, ഒരു സ്പിരിച്വൽ ഹീലിംഗ് സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇങ്ങനത്തെ സബ്ജക്ട്സ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക്
ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതായിരുന്നു നിങ്ങൾക്കുള്ള ഒരു റീഡിംഗ് ഗ്രൂപ്പ് നമ്പർ 1. നമുക്ക് ഇനി ഗ്രൂപ്പ് നമ്പർ 2 കറേജ് സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. യെസ്, ഗ്രൂപ്പ് നമ്പർ 2 കറേജ് സെലക്ട് ചെയ്ത നിങ്ങളുടെ സ്പ്രെഡാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത് ട്രസ്റ്റ് ദ യൂണിവേഴ്സ്, കാർമിക് ബോർഡ് ക്ലിയറിംഗ്, അക്കേഷ്യ വാരിയർ ആൻഡ് ദിസ് ഇസ് യുവർ ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ്. നമുക്കത് ലാസ്റ്റ് നോക്കാം. യെസ്, ട്രസ്റ്റ് ദ യൂണിവേഴ്സ് എന്നുള്ള ഒരു മെസ്സേജാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സിറ്റുവേഷൻസ് ചാലഞ്ചിങ് ആയിട്ട് തോന്നുന്നുണ്ട്, നിങ്ങൾക്കൊരു ഹോപ്പ് നഷ്ടപ്പെട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ വറി ചെയ്യാതിരിക്കുക ആൻഡ് സ്റ്റോപ്പ് ക്വസ്റ്റ്യനിങ് യുവർ സെൽഫ്. അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കുക. അതുപോലെ എന്തുകൊണ്ടാണ്, വൈ മീ എന്നുള്ള ഒരു ചോദ്യം എല്ലാ തവണയും എനിക്ക് എന്തുകൊണ്ട് സംഭവിക്കുന്നു, ബാക്കിയുള്ളവർക്ക് അങ്ങനെ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഇവിടെ കോയിൻസിഡൻസ് എന്ന് പറയുന്ന കാര്യങ്ങളൊന്നുമില്ല. ഇതെല്ലാം സംഭവിക്കേണ്ടത് ഒരു ഡിവൈൻ പ്ലാൻ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി മിസ്സായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ലോസ് ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അത് ആക്ച്വലി നിങ്ങൾക്കതൊരു ലോസ് അല്ല. ശരിക്കും നിങ്ങളുടെ പ്ലാൻ, ജീവിതത്തിന്റെ ഒരു പ്ലാൻ അത് തന്നെയായിരുന്നു. അത് ഏഞ്ചൽസ് ആൻഡ് ഗോഡ്സിന്റെ ഒരു വർക്ക് ആണ് ഇത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ബിക്കോസ് അവർക്ക് നിങ്ങളെ ഇതിലും നല്ലതിലേക്ക് ഗൈഡ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നിങ്ങൾ ഇനി എങ്ങോട്ടേക്കാണ് മുന്നോട്ട് പോകുന്നതെന്ന് നിങ്ങൾക്ക് ഒരു ക്ലൂ ഇല്ല, ഒരു ഐഡിയയും നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ കൺഫ്യൂഷൻസ് യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്തുകൊണ്ട് നിങ്ങളൊരു സൈൻ അതിനുവേണ്ടി യൂണിവേഴ്സിനോട് നിങ്ങൾ ചോദിക്കുക. നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള ഫ്യൂച്ചറിന്, അല്ലെങ്കിൽ നിങ്ങളുടെ കൺഫ്യൂഷൻസിന്, അതല്ലെങ്കിൽ നിങ്ങളുടെ ഡിസിഷൻ മേക്കിങ്ങിന് നിങ്ങൾ വിൽ ബി ഹേർഡ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ട റൈറ്റ് ആയിട്ടുള്ള ആ സൈൻ കാണിച്ചു തരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു കാർഡ് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ആ ഒരു റൈറ്റ് പാത്തിൽ എത്തുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സ് ആ ഒരു സൈൻ തരും എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ടേക്ക് ഇപ്പോൾ നടക്കുക എന്നുള്ള ഒരു മെസ്സേജാണ് ഈ ഒരു കാർഡ് തരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾക്ക് ഗുഡ് എക്സ്പീരിയൻസസ് ഡിസേർവ് ചെയ്യുന്ന വ്യക്തികളാണ്. ആൻഡ് സോ യു വിൽ ഗെറ്റ് ഇറ്റ്. നിങ്ങൾക്കത് ലഭിക്കും എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് അത്രയും നല്ല ഗുഡ് എക്സ്പീരിയൻസസ് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നുള്ളതാണ്. വാട്ട് യു തിങ്ക് യു അട്രാക്ട്. അപ്പൊ നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾ വിശ്വസിക്കുക ദാറ്റ് യു ഡിസേർവ് ദ ബെസ്റ്റ് എന്നുള്ളത്. അത് ബിക്കോസ് യു ആക്ച്വലി ഡിസേർവ് ദ ബെസ്റ്റ്. നിങ്ങൾ ആ ബെസ്റ്റ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഓരോ വ്യക്തികളും ഡിസേർവ് ചെയ്യുന്നുണ്ട് അവരുടെ ബെസ്റ്റ് ആയിട്ടുള്ള ലൈഫ് ചോയ്സസ് എന്നുള്ളതാണ്, ലൈഫ് എക്സ്പീരിയൻസസ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സിൻക്രണസിറ്റീസ്, ഏഞ്ചൽ നമ്പേഴ്സ്, അതുപോലെ തന്നെ ഏഞ്ചൽസിന്റെ ഒരുപാട് സൈൻസ് ലൈക്ക് ഫെദേഴ്സ് കാണാൻ പറ്റുന്ന, ബട്ടർഫ്ലൈസിനെ കാണാൻ പറ്റുന്നത്, കളേഴ്സ്, നിങ്ങൾ ഓരോ കളേഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോഴും അതുപോലെ നിങ്ങളുടെ ഓരോ കളർ ചോയ്സസിലും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് സിൻക്രണസിറ്റീസ് കാണാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ ഒരുപാട് മെസ്സേജസ് യൂണിവേഴ്സിൽ നിന്ന് ഒളിഞ്ഞു കിടക്കും എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള മെസ്സേജസ് ഡീകോഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മുന്നോട്ടുള്ള ലൈഫിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഹോപ്പ് ബിൽഡ് ചെയ്യാനും കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് റൈറ്റ് ഡിസിഷൻസ് എടുക്കാനും അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ള ഒരു മെസ്സേജാണ്. ബിക്കോസ് യൂണിവേഴ്സ് ഹാസ് യുവർ ബാക്ക്, യൂണിവേഴ്സ് ഇസ് സപ്പോർട്ടിങ് യു റൈറ്റ് നൗ എന്നുള്ളൊരു മെസ്സേജാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഫോർ ഗ്രൂപ്പ് നമ്പർ 2. ആൻഡ് നമുക്കുള്ളത് കാർമിക് ബോർഡ് ക്ലിയറിംഗ് ആണ്. എനർജറ്റിക് ക്ലിയറിംഗ്, റീറൈറ്റ് യുവർ സ്റ്റോറി, ലീവ് യുവർ ട്രൂത്ത് എന്നുള്ളതാണ്. ഇത് ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ന്യൂ ബിഗിനിങ് ആണ്. ഒരു ന്യൂ ബിഗിനിങ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കാർമിക് ബോർഡ് നിങ്ങൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഹീലിങ്ങിന്റെ ഒരു മെസ്സേജ് ആണ് വരുന്നത്. നമ്മുടെയൊക്കെ ലൈഫ് യൂണിവേഴ്സിൽ വർക്ക് ചെയ്യുന്നത് ദ ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് വെച്ചിട്ടാണ്. അപ്പൊ നമ്മളുടെ ഒക്കെ ഒരു ചോയ്സസിന്റെ ഇഫക്റ്റ് നമ്മൾ അനുഭവിക്കണം എന്നുള്ളതാണ്. ഈ കാർമിക്
കാര്യങ്ങൾ അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ കാർമിക് പോയിന്റ് ആണെന്നൊക്കെ പറയുമ്പോൾ അത് നിങ്ങൾക്ക് എന്തോ ഒരു കേഴ്സ് ആയിട്ട്, നിങ്ങൾക്കൊരു ശാപമായിട്ടല്ല നിങ്ങൾ അതിനെ കാണേണ്ടത്. അതല്ലെങ്കിൽ നിങ്ങളുടെ ബാഡ് ചോയ്സസിന്റെ ഒക്കെ ഒരു നെഗറ്റീവ് ഇഫക്റ്റ് നിങ്ങൾ അനുഭവിക്കുന്നു, അങ്ങനെ ഒരു ബ്ലോക്കേജ് അല്ലെങ്കിൽ ഒരു പണിഷ്മെന്റ് എന്നുള്ള തരത്തിലല്ല നിങ്ങളത് കാണേണ്ടത്. നിങ്ങളുടെ ഇന്നസെന്റ് ചോയ്സസ് ആയിരിക്കാം, പക്ഷെ നിങ്ങൾക്കത് വെന്റ് റോങ്, നിങ്ങൾക്കത് തെറ്റിപ്പോയിട്ടുണ്ടാവാം. പക്ഷെ അതൊരു പണിഷ്മെന്റ് അല്ല, നിങ്ങളെ ഓട്ടോ കറക്റ്റ് ചെയ്യുകയാണ് യൂണിവേഴ്സ് അതിൽ കൂടി. അപ്പൊ നിങ്ങൾ തെറ്റായിട്ടുള്ള ഒരു ഡിസിഷൻ മേക്ക് ചെയ്തു. സപ്പോസ് ഇപ്പൊ നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തി, ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വളരെ അധികം സഫർ ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലെന്ന് തോന്നുന്നതൊക്കെ നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് വീണ്ടും 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 നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അവിടെയൊക്കെ യൂണിവേഴ്സ് നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു പാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് സഫർ ചെയ്തിട്ടുണ്ട്, ചോയ്സസ് എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചോയ്സസ് ഒക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു സമയത്ത് നിങ്ങൾ അതിന്റെ കോൺസിക്വൻസസ് ഡെഫിനറ്റ്ലി അനുഭവിക്കും. പക്ഷെ അതൊരു പണിഷ്മെന്റ് ആയിട്ടല്ല നിങ്ങൾ എടുക്കേണ്ടത്. നിങ്ങളെ ഓട്ടോ കറക്റ്റ് ചെയ്യാൻ വേണ്ടി യൂണിവേഴ്സ് വീണ്ടും 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 നിങ്ങൾക്ക് ചാൻസസ് തരുന്നതായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ധൈര്യപൂർവം നിങ്ങളൊരു ചോയ്സ് എടുക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. കാരണം നിങ്ങൾക്ക് അൺനോൺ ആയിട്ടുള്ള എന്തിനേയും ഭയക്കുന്ന ഒരു മാനസികാവസ്ഥ, അത് പൊതുവായിട്ട് മനുഷ്യർക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഇരുട്ടിനെ ഭയക്കുന്ന, കാരണം ഇരുട്ടിൽ എന്താണ് നമ്മൾ അറിയുന്നില്ല, അതുകൊണ്ട് അറിയാത്തതിനെ ഭയക്കുന്ന ഒരു മാനസികാവസ്ഥ. അത് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് അത് ഉണ്ടെന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു മാനസികാവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റുക. കാര്യം നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നതൊക്കെ ഓൾറെഡി പ്ലാൻഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് അത് അറിയില്ല. ആൻഡ് ഡോണ്ട് ലെറ്റ് ട്രൈ കൺട്രോളിങ് എവറിത്തിങ് ആൻഡ് നോയിങ് എവറിത്തിങ്. എല്ലാത്തിൻ്റെ ഉത്തരം അറിയാനും കൺട്രോൾ ചെയ്യാനും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് വിട്ടുകളയുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് എല്ലാം അറിയാൻ സാധിക്കില്ല. നിങ്ങളിലേക്ക് ഓരോ സമയത്ത് യൂണിവേഴ്സ് റിവീൽ ചെയ്ത് തരും നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രസന്റിലാണ്. ആൻഡ് റീറൈറ്റ് യുവർ സ്റ്റോറി. നിങ്ങളുടെ പാസ്റ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങളിപ്പോൾ പ്രസന്റിൽ ഇരുന്നുകൊണ്ട് റീറൈറ്റ് ചെയ്യുക. കാരണം യൂണിവേഴ്സുമായിട്ട് ചേർന്നുകൊണ്ട് നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. യുവർ ഡിസിഷൻസ് മേക്ക് എ മേജർ ചോയ്സ് ഇൻ യുവർ ഫ്യൂച്ചർ. അപ്പൊ നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണ് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് നിങ്ങളുടെ ചോയ്സസ് ഒരു വലിയൊരു ഭാഗം തന്നെയാണ്. അതിനൊരു വലിയ വെയിറ്റേജ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രസന്റിൽ നിങ്ങൾ മേക്ക് ചെയ്യുന്ന ഓരോ ചോയ്സസ്, നിങ്ങൾ തിങ്ക് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, നിങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങൾ, നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്ന ഓരോ വ്യക്തികൾ, സാഹചര്യങ്ങൾ, ഇതെല്ലാം നിങ്ങളുടെ ഫ്യൂച്ചർ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഓരോ മിനിറ്റും നിങ്ങൾ വേസ്റ്റ് ചെയ്യാതെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചിന്തകൾ കൊടുക്കുക. നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടതായിട്ടുള്ള നിങ്ങളുടെ ഡ്രീം ഫ്യൂച്ചർ എന്താണ്, ആ ഫ്യൂച്ചറിന് വേണ്ടതായിട്ടുള്ളതിലേക്ക് മാത്രം നിങ്ങളുടെ എനർജിയും തോട്ടും ആക്ഷൻസും കൊടുക്കുക എന്നുള്ളതാണ്. ആൻഡ് റീറൈറ്റ് യുവർ സ്റ്റോറി, ലീവ് യുവർ ട്രൂത്ത്. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ജീവിക്കുക എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ. കാർമിക് ബോഡി ക്ലിയറിംഗ് ആയതുകൊണ്ട് തന്നെ ഇതൊരു ഹീലിംഗ് പ്രോസസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളിലേക്ക് വലിയൊരു വെളിച്ചം വരുന്നുണ്ട്. ഇവിടെ വാരിയർ എനർജിയാണ് വന്നിരിക്കുന്നത്. ബി ഫിയർലെസ് ആൻഡ് സ്റ്റാൻഡ് സ്ട്രോങ് എന്നുള്ള ഒരു എനർജി. യെസ്, ഫൈറ്റ് ഫോർ യുവർ ലൈഫ്, ഫൈറ്റ് ഫോർ യുവർ ഡ്രീംസ് ആൻഡ് ഗോൾസ് എന്നുള്ള ഒരു എനർജിയാണ്. ഏതൊക്കെ സാഹചര്യം ഇപ്പോൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ ട്രൂത്ത് അൺഫോൾഡ് ചെയ്ത് വരും. നിങ്ങളുടെ ട്രൂ ഡെസ്റ്റിനേഷൻ നിങ്ങളിലേക്ക് ഓപ്പൺ ആയി വരും. നിങ്ങൾ അതിനു വേണ്ടി വിട്ടുകളയാതിരിക്കുക, നിങ്ങളുടെ എനർജി വിട്ടുകളയാതിരിക്കുക, ഹോപ്പ് വിട്ടു കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. യു നീഡ് ടു ഫൈറ്റ് എ ലോട്ട് എന്നുള്ള എനർജിയാണ്. അതായത് നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ വലുതായതുകൊണ്ട് തന്നെ ചാലഞ്ചസും വളരെ വലുതായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു വാരിയർ സ്ട്രെങ്ത് കളയാതിരിക്കുക, അത് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. യെസ്, ഏഞ്ചൽ മെസ്സേജസും പറയുന്നത് ഡു നോട്ട് സ്റ്റോപ്പ് എന്നുള്ളതാണ്. നിങ്ങൾ തളർന്നു പോവാതെ ഇരിക്കുക എന്നുള്ളതാണ്. ഇന്നലെ വരെ ഉള്ളത് കഴിഞ്ഞതാണ്. നിങ്ങൾക്ക് ഇന്നലെ വരെ കണ്ടതിനെക്കാട്ടിലും മനോഹരമാണ് ഇനി നിങ്ങൾ നാളെ മുതൽ കാണാനിരിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ബിക്കോസ് എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള
ഡേയ്സ് ആണ് വരാൻ പോകുന്നത്. വാട്ട് എവർ യുവർ പാസ്റ്റ് ഇസ് ഫോർ ഗ്രൂപ്പ് നമ്പർ 2. കാരണം ഇവിടെ കറേജ് നിങ്ങൾക്ക് ആവശ്യമാണ്. നമുക്കിതെല്ലാം ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നുണ്ട്. നിങ്ങളുടെ ഹോപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. അത് നിങ്ങളുടെ ഇവിടെ കാർമിക് ബോട്ട്സ് ക്ലിയർ ചെയ്തതായിരുന്നു. ഇനി മുന്നോട്ടേക്ക് നിങ്ങളുടെ ഡ്രീംസിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ആവശ്യമാണ്. യൂണിവേഴ്സ് നിങ്ങളോട് സ്റ്റോപ്പ് ചെയ്യരുതെന്നാണ് പറയുന്നത്. അതിന് നിങ്ങൾക്ക് കറേജ് ആവശ്യമാണ്. ഐ ഫൈൻഡ് ഇന്നർ സ്ട്രെങ്ത് ടു ഫേസ് ഫിയർ വിത്ത് കോൺഫിഡൻസ്. നിങ്ങൾക്ക് കറേജ് ആൻഡ് കോൺഫിഡൻസ് ആവശ്യമാണ്. ഇവിടെ ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്ര നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ റൂട്ട് ചക്രയും നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ടു കീപ് ഗോയിങ് എന്നുള്ള ഒരു എനർജിയാണ്. ആൻഡ് ദ നെക്സ്റ്റ് കാർഡ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് അക്കേഷ്യ ആണ് വന്നിരിക്കുന്നത്. പ്രൊട്ടക്ഷന്റെ ഒരു എനർജിയാണ്. യു ആർ ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് എന്നുള്ളതാണ്. നിങ്ങളുടെ ഫൗണ്ടേഷൻസ് സ്ട്രോങ് ആവുന്നുണ്ട്. അഗെയിൻ ദിസ് ഇസ് എ റൂട്ട് എനർജി. റൂട്ട് എനർജി എന്ന് പറയുമ്പോൾ എക്സിസ്റ്റൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ വേറെ ഉറച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരു വളർച്ചയുടെ ഒരു ഭാഗമായിട്ട് നിങ്ങളുടെ റൂട്ട്സ് സ്ട്രോങ്ങർ ആക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങളുടെ നോളജ്, വിസ്ഡം, സ്ട്രെങ്ത്, ഇന്നർ സ്ട്രെങ്ത് എല്ലാം നിങ്ങൾ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്നുള്ളതാണ്. യെസ്, അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഈ ചാലഞ്ചസ് കാണാനായിട്ട് മാത്രമേ സാധിക്കുന്നുള്ളെങ്കിൽ യു നോട്ട് അവെയർ ഓഫ് വാട്ട് യു ആർ ബീങ് ഓഫേർഡ് എന്നുള്ളതാണ്. നിങ്ങളിലേക്ക് എന്താണ് ഡിവൈൻ ഓഫർ ചെയ്യാനുള്ളത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ഇപ്പോൾ അവെയർ അല്ലാത്തതിൻ്റെ ഒരു പ്രോബ്ലം മാത്രമാണുള്ളത്. ആ ഒരു അവെയർനെസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. വൺസ് യു ലെറ്റ് ഗോ ഓഫ് യുവർ പാസ്റ്റ് എന്നുള്ള ഒരു എനർജിയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് ആണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് വരുന്നത്. അതായത് നിങ്ങളെ പ്രിപ്പയർ ചെയ്യായിരുന്നു യൂണിവേഴ്സ് ഇത്രയും കാലം. നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് അൺഫോൾഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ഏത് ഏജിലാണെങ്കിലും അത് കുഴപ്പമില്ല. നിങ്ങൾ 20s-ലായിരിക്കാം, 30s-ലായിരിക്കാം, 40s, 50s, 60s, 70s, 80s, ഏത് ഏജിലുള്ള വ്യക്തികളാണ് നിങ്ങളിത് കാണുന്നതെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫ്യൂച്ചർ ഇനി മുന്നോട്ടേക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് കൊണ്ട് ഫിൽഡ് ആയിരിക്കും. നിങ്ങളുടെ ഗോൾസ് വളരെ ഹൈറ്റൻഡ് ആണ്. അതിലേക്കൊക്കെ നിങ്ങൾ എത്തുന്നുണ്ട്. അപ്പം അതിന് നിങ്ങൾക്ക് ഇന്നർ സ്ട്രെങ്ത് ആൻഡ് കറേജ് വളരെ ആവശ്യമാണ് എന്നുള്ളതാണ്. മറ്റു വ്യക്തികളെക്കാട്ടിലും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഗോൾസ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് ഉണ്ട്. അപ്പം നിങ്ങളുടെ കാർമിക് ക്ലിയറൻസ് നിങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് അത് വളരെ ഒരു ബ്ലെസ്സിങ് ആണ്. കാർമിക് ബോണ്ടേജസ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്. കാരണം മുന്നോട്ട് നിങ്ങളുടെ സോൾ പ്രോഗ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോൾ പേർപ്പസിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു എനർജിയാണ്. യെസ്, സോ ഇതായിരുന്നു ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള ഒരു റീഡിംഗ്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ ഗൈഡൻസ് ആവശ്യമാണ്, പേഴ്സണൽ കൺസൾട്ടേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്, പേഴ്സണൽ ഗൈഡൻസ് ഒക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ടാരറ്റ് റീഡിംഗ് കോഴ്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓൺലൈൻ കോഴ്സസ് ആണ്. നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഇനി ഗ്രൂപ്പ് നമ്പർ 3 ഡൗട്ട് സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിംഗിലേക്ക് കടക്കാം. യെസ്, ഗ്രൂപ്പ് നമ്പർ 3 ഡൗട്ട് മാസ്റ്റർ കാർഡായിട്ട് സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗ് ആണ്. നിങ്ങൾ ഈ ഒരു സമയം അറിയേണ്ടതായിട്ടുള്ള ഡിവൈൻ ഗൈഡൻസ് മെസ്സേജസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ സാഹചര്യം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ഇപ്പോൾ തിരിച്ചറിയേണ്ടതായിട്ടുള്ള വിസ്ഡം ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഈ ഒരു ടാരറ്റ് സ്പ്രെഡിലൂടെ. നമുക്ക് വന്നിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത് ഫൊർഗീവ്നെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, ഹയർ ഹാർട്ട് ആക്ടിവേഷൻ, നൈറ്റ്, കാംഫർ ആൻഡ് ദിസ് ഇസ് യുവർ ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജസ്. നമുക്കത് ലാസ്റ്റ് നോക്കാം. സോ ഫസ്റ്റ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു കാർഡ് എന്ന് പറയുന്നത് ഫൊർഗീവ്നെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളതാണ്. യെസ്, ഇത് വളരെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു എനർജിയാണ്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു എനർജി, നിങ്ങൾ പാസ്റ്റിൽ ഒരുപാട് മിസ്റ്റേക്സ്, റോങ് ഡിസിഷൻസ് ഒക്കെ
നിങ്ങൾ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് മിസ്റ്റേക്സ് ഒക്കെ. അതിന് നിങ്ങൾ ആദ്യം നിങ്ങളോട് ക്ഷമിക്കുക. അതുപോലെ തന്നെ ആസ് എ സോൾ എന്തെങ്കിലും രീതിയിൽ ബാഡ് ബിഹേവിയേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, നെഗറ്റീവ് ഇമോഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, നെഗറ്റീവ് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, അത് എത്രത്തോളം വലുതാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ടൈം ആൻഡ് എനർജി ഒക്കെ അവർ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അവരോടും നിങ്ങൾ ക്ഷമിക്കുക, ഫൊർഗീവ് ചെയ്യുക എന്നുള്ളതാണ്. നോട്ട് ബിക്കോസ് ദേ വർ റൈറ്റ്, അവർ ശരിയായതുകൊണ്ടല്ല, അവർ നിങ്ങളോട് തെറ്റായിട്ടുള്ള ഇമോഷൻസ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്, എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്കൊരു ട്രോമ ഒക്കെ, ഫിയർ, ഇൻസെക്യൂരിറ്റിയോ എന്തൊക്കെയോ നിങ്ങൾക്ക് നെഗറ്റീവ് ആയിക്കോട്ടെ, എല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെട്ട് തന്നിട്ടുണ്ടായിരിക്കാം. അത് എന്തൊക്കെ ആയിരുന്നാലും അത് നിങ്ങൾ ഫൊർഗീവ് ചെയ്യുക. അത് ഫൊർഗീവ് ചെയ്യാൻ പറയുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ല, അത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. കാരണം നിങ്ങൾ പാസ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഗ്രഡ്ജസ് വയ്ക്കുന്ന സമയത്ത് അവരോട് ഫൊർഗീവ് ചെയ്യാതെ അവരെക്കുറിച്ച്, ആ സാഹചര്യത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ ആ പാസ്റ്റിനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടാക്കില്ല, ഗ്രോത്ത് ഉണ്ടാക്കില്ല. പക്ഷെ നിങ്ങൾ ഫൊർഗീവ് ചെയ്യാൻ ഒന്ന് വില്ലിങ്നെസ് കാണിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ മിറാക്കിൾസ് നടക്കും എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി നിങ്ങൾക്കത് എങ്ങനെ ഫൊർഗീവ് ചെയ്യണമെന്ന് അറിയില്ല എങ്കിലും നിങ്ങൾക്ക് ഫൊർഗീവ് ചെയ്യണം എന്നുള്ള ഒരു വില്ലിങ്നെസ് നിങ്ങൾ കാണിച്ചാൽ തന്നെ മതിയാകും എന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. കാരണം അണ്ടർസ്റ്റാൻഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ വ്യക്തികളും ഹീൽഡ് ആയിട്ടുള്ള വേർഷൻസിലല്ല ഉള്ളത്. അൺഹീൽഡ് ആയിട്ടുള്ള വേർഷൻസിൽ നമ്മൾ റോങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുത്തുകൊണ്ടേ ഇരിക്കും. അപ്പം നിങ്ങൾക്ക് അത് റോങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഫൊർഗീവ് ചെയ്യുക. എന്നാൽ അവർ ഇപ്പോഴും കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല, അവരുടെ സൈഡിൽ നിന്ന് ഒരു ഹീലിംഗ് നടന്നിട്ടില്ല, അല്ലെങ്കിൽ കറക്ഷൻസ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി അവരുടെ എനർജിയിൽ നിന്നും നിങ്ങൾ ഡിസ്റ്റൻസ് ചെയ്തു വെക്കുക, ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അല്ലാതെ നിങ്ങളൊരു ഗ്രഡ്ജ് ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് ആ എനർജി നെഗറ്റീവ് ആകുന്നത്. നിങ്ങൾക്ക് ഫിസിക്കലായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകും, അതുപോലെ തന്നെ നിങ്ങളുടെ സമാധാനത്തെയും ഒക്കെ അത് നശിപ്പിക്കും എന്നുള്ള ഒരു എനർജിയാണ്. സോ ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി അത് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നിങ്ങളുടെ തെറ്റുകളും അതുപോലെ തന്നെ യൂണിവേഴ്സ് നിങ്ങളോട് ഫൊർഗീവ് ചെയ്ത് തരുന്നതാണ്. കാരണം എത്രത്തോളം ഒരു വ്യക്തിക്കോ സാഹചര്യത്തിനോടോ ഫൊർഗീവ് ചെയ്യാൻ വില്ലിങ്നെസ് കാണിക്കുന്നു, അത്രത്തോളം യൂണിവേഴ്സ് നിങ്ങളുടെ മിസ്റ്റേക്സിനോടും ഫൊർഗീവ്നെസ് തരുന്നതാണ്. യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ സബ് കോൺഷ്യസ്ലി നമ്മുടെ സോള് തന്നെയാണ്. നിങ്ങളുടെ സോളിനോട് നിങ്ങൾ ഫൊർഗീവ് ചെയ്യാനായിട്ട് കാണിക്കുന്ന ആ എഫേർട്ട് തന്നെ നിങ്ങൾ മറ്റു സോൾസിനോടും എടുക്കുക. ഒരു ഈക്വാലിറ്റി നിങ്ങൾ എല്ലാ തരത്തിലും കാണിക്കുക, ഒരു ജസ്റ്റിസ് കാണിക്കുക എന്നുള്ളതാണ് ഇവിടെ ഫൊർഗീവ്നെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം പല വ്യക്തികളുടെയും ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പാസ്റ്റ് ഗ്രഡ്ജസ് ഹോൾഡ് ചെയ്യുന്ന, പാസ്റ്റ് ഇൻസ്റ്റൻസസ് ഹോൾഡ് ചെയ്ത് വെക്കുന്നത് മുന്നോട്ടേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാനുള്ള എനർജിയെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് എന്നിവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, യെസ്. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഹയർ ഹാർട്ട് ആക്ടിവേഷൻ, ഡ്രോപ്പിംഗ് ഷീൽഡ്സ്, ഡിവൈൻ ലവ്, യുവർ ഹാർട്ട് ഇസ് ഹീൽഡ് എന്നുള്ളതാണ്. ഈ ഫൊർഗീവ്നെസ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഹാർട്ട് ഹീൽ ആവപ്പെടുകയാണ്. ഹാർട്ട് ചക്ര ഹീലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമുക്കൊരു പിങ്കിഷ് ടോൺ കാണിക്കുന്നുണ്ട്. യൂഷ്വലി നമ്മുടെ ഹാർട്ട് ചക്രയുടെ കളറായിട്ട് നമ്മൾ ഗ്രീൻ കളർ പറയും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ നേച്ചർ വാക്സ് നടത്തുന്നതും ഗ്രീൻ കളറിൽ ഒരുപാട് നേരം നിങ്ങൾ നോക്കിയിരിക്കുന്നതും വെയർ ചെയ്യുന്നതും ഒക്കെ നിങ്ങൾക്കൊരു കുളിർമ തരും, അല്ലെങ്കിൽ ഒരു ഹീലിംഗ് എനർജി തരും എന്ന് പറയുന്നത്. ഇവിടെ ഡീപ്പർ ആൻഡ് ഡീപ്പർ ആയിട്ടുള്ള ഒരു ഡിവൈൻ ലവ് ആൻഡ് പ്രൊട്ടക്ഷൻ ആണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു പിങ്കിഷ് ടോൺ നിങ്ങളുടെ ഹാർട്ടിൽ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഈ പിങ്കിഷ് ലൈറ്റ് സ്പ്രെഡ് ചെയ്യുകയാണ് നിങ്ങളുടെ ഹാർട്ടിൽ. അത് നിങ്ങളുടെ ഹാർട്ടിനൊരു ഹീലിംഗ് ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതായത് പ്യോർ ലവ് എന്താണ്, ട്രൂ ലവ് എന്താണ്, ടു ലവ് വിത്തൗട്ട് എക്സ്പെക്ടേഷൻ എന്നുള്ളതാണ്. നമുക്ക് എല്ലാവരും എന്തെങ്കിലുമൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടാണ് എല്ലാവരെയും സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ സാഹചര്യത്തിനെയും സ്നേഹിക്കുന്നത്. നമ്മൾ അത് ചെയ്താൽ നമുക്ക് ഇത് തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. ഈവൻ നമ്മളിപ്പം ചില വ്യക്തികൾ പെറ്റ്സിനെ പോലും അവരുടെ ആ
സമയം, അവരുടെ ആ ഇന്നസെൻസ് ഒക്കെ നമ്മൾ എൻജോയ് ചെയ്യുന്നത് അതൊരു തരത്തിലൊരു എക്സ്പെക്ടേഷൻ തന്നെയാണ്. നമുക്ക് ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ നമുക്ക് ഈ ഒരു ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യാൻ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മുടെ എക്സ്പെക്ടേഷൻ നമുക്ക് ലീസ്റ്റ് ആക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അത് ഇവിടെ പെറ്റ്സുമായിട്ടൊക്കെ ഉള്ള എനർജി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളെ അത്രയും അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്പോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരെ ലൂസ് ചെയ്യാതെ ഇരിക്കുക, അവരെ ചേർത്ത് വെക്കുക. അതുപോലെ നിങ്ങൾ ആരെങ്കിലും അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിലും അവരെ നിങ്ങൾ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ള ഒരു എനർജിയാണ്. അതുപോലെ ഇവിടെ ചില വ്യക്തികൾക്ക് ഈ ഫൊർഗീവ്നെസ് കൊടുക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് കടക്കാൻ ഒരു ഭയം കാണിക്കുന്നുണ്ട്. അത് സ്പെഷ്യലി ചില വ്യക്തികൾക്ക് ഇവിടെ റിലേഷൻഷിപ്പിലൊക്കെ അവർക്ക് ഭയങ്കരമായിട്ടൊരു ഭയമാണ്, നഷ്ടപ്പെടും എന്നുള്ള ഒരു ഭയം കാരണം അവർ ഒരു റിലേഷൻഷിപ്പിലേക്കോ ഈവൻ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്കോ ഒന്നും കടക്കാത്ത ഒരു വല്ലാത്ത ഒരു ഷീൽഡ് അവരുടെ ചുറ്റും കെട്ടിപ്പടുത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പൊ ആ ഒരു ഷീൽഡ് ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു സമയമാണിപ്പോൾ. കുറച്ച് വൾണറബിൾ ആകുന്നതിൽ തെറ്റില്ല എന്നുള്ള ഒരു എനർജിയാണ്. അതായത് എക്സ്പ്രസ് യുവർ ഫീലിങ്സ് റൈറ്റ്. നിങ്ങളുടെ ഫീലിങ്സ് എന്ത് തന്നെയാണെങ്കിലും അത് നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളോട് ആദ്യം എക്സ്പ്രസ് ചെയ്യുക, നിങ്ങളെ തന്നെ നിങ്ങൾ പറ്റിക്കാതിരിക്കുക എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ആൻഡ് നൈറ്റ് വന്നിട്ടുണ്ട്. ഇതൊരു ജസ്റ്റിസിന്റെ ഒരു എനർജിയാണ്. ബി ബ്രേവ് ആൻഡ് ഹോണസ്റ്റ്. യെസ്, നിങ്ങൾ നിങ്ങളോട് ഹോണസ്റ്റ് ആയിട്ടിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റു വ്യക്തികൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് നിങ്ങളത് ഓക്കെ അത് വേണ്ടാത്തതാണെന്ന് പറയാതിരിക്കുക. ആദ്യം നിങ്ങൾ അഡ്മിറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് വേണം. ആൻഡ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് ചെയ്യാനുള്ള കറേജ് ആർജിച്ചെടുക്കുക എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ യെസ് ആണ് ഏഞ്ചൽസ് തന്നിരിക്കുന്ന ഒരു മെസ്സേജ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ, ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ കരിയർ ആയിരിക്കും, റിലേഷൻഷിപ്പ് ആയിരിക്കും. ഇവിടെ സ്പെഷ്യലി ഒരു റിലേഷൻഷിപ്പ് എനർജി ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വളരെ കറക്റ്റ് ആണ്, നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം റൈറ്റ് ആണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യുക. സ്വാഭാവികമാണ്, കാരണം നിങ്ങൾക്ക് അറിയാത്തതായിട്ടുള്ളതാണ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. നമ്മൾ അനുഭവിച്ച് തന്നെ അറിയേണ്ട ഒരു എനർജിയാണ്. അപ്പൊ അതുകൊണ്ട് റിലീസ് ദ നീഡ് ടു നോ ഓൾ ദ ആൻസേഴ്സ്. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങളെ ഒന്ന് അലൗ ചെയ്യുക, എല്ലാ എക്സ്പീരിയൻസസും അത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങളെ അലൗ ചെയ്യുക എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. വൾണറബിൾ ആവുക എന്നുള്ളതാണ്. വൾണറബിൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീപ്പർ ആൻഡ് ഡീപ്പർ ആയിട്ടുള്ള ട്രൂ ഇമോഷൻസിലേക്ക് ടാപ്പ് ഇൻ ചെയ്യുക. ആ ഒരു ഇമോഷൻസിന്റെ പുറകെ ഫോളോ യുവർ ഹാർട്ട് എന്നുള്ളൊരു മെസ്സേജാണ്. നിങ്ങളെ ഒന്നും തടയില്ല എന്നുള്ളൊരു മെസ്സേജാണ്. ഒന്നും തടയാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾ ബൗണ്ടറി വെക്കണം, പക്ഷെ അൺനെസസറി ആയിട്ടുള്ള ബൗണ്ടറി ഷീൽഡ്സ് വെക്കാതിരിക്കുക. ആ ഷീൽഡ് ഒന്ന് ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ അൺനെസസറി ആയിട്ടുള്ള ഈഗോ ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ, ഈഗോ, വാശികൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് ലെറ്റ് ഗോ ചെയ്യുക, അതൊക്കെ മാറ്റി വെക്കുക. ബിക്കോസ് അതിനെക്കാട്ടിലും ഒക്കെ വലുതാണ് നിങ്ങളുടെ ട്രൂ ഫീലിങ്സ്, നിങ്ങളുടെ ട്രൂ ഇമോഷൻസ്, നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ ഒക്കെ. അപ്പൊ അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ഒരു എനർജിയാണ്. ആൻഡ് നമുക്കിവിടെ വന്നിരിക്കുന്നത് ക്യാംഫർ എനർജിയാണ്. ഈ ഒരു ക്യാംഫർ നിങ്ങളോട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാരിറ്റി, നിങ്ങളിലേക്ക് ഒരു ക്ലാരിറ്റി വരുന്നുണ്ട്. നിങ്ങൾ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാതെ ലെറ്റ് ഗോ ചെയ്യുന്ന സമയത്ത്, അതായത് ഡൗട്ട് റിലീസ് ചെയ്യുന്ന സമയത്ത്, എനിക്ക് എല്ലാം അറിയേണ്ട ആവശ്യമില്ല, ആവശ്യമുള്ളതെല്ലാം റൈറ്റ് ആയിട്ടുള്ള സമയത്ത് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നിലേക്ക് വരും എന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകുന്ന സമയത്ത് തന്നെ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ഒരു ക്ലാരിറ്റി കൊണ്ട് തരുന്നുണ്ട് എന്നുള്ളതാണ്. ഓരോ സിറ്റുവേഷൻസിനെയും ക്ലാരിറ്റിയോട് കൂടിയിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. നിങ്ങളുടെ മനസ്സുകൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ ഹൃദയം കൊണ്ട്. ഇവിടെ ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ ഹാർട്ട് എനർജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് വളരെ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കേണ്ട സമയമാണ്. ഇവിടെ ഉള്ളതെല്ലാം നിങ്ങളുടെ ഇമോഷൻസിനോട് റിലേറ്റ് ചെയ്യുന്ന, നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന എനർജിയാണ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്കുള്ളത്. ഹൃദയം കൊണ്ട് നിങ്ങൾ എല്ലാത്തിനെയും
കാണാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹൃദയം കൊണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഓരോ വ്യക്തികളുടെയും സോള് അടുത്തറിയാനായിട്ട്, ആത്മാവിനെ അടുത്തറിയാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട്. ഇത് നിങ്ങളെ സാധാരണയിലും ഉപരിയായിട്ട് നിങ്ങൾ കാണാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് യഥാർത്ഥത്തിൽ എന്തെല്ലാം എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തതയോട് കൂടിയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് ഈ ക്യാംഫർ എനർജി പറയുന്നത്. അത് നിങ്ങൾക്കൊരു മനസ്സമാധാനവും ഒരു സന്തോഷവും അൾട്ടിമേറ്റ്ലി കൊണ്ടുതരികയും ചെയ്യും എന്നുള്ളൊരു എനർജിയാണ്. ഈ ഒരു ക്യാംഫർ എനർജിയിൽ നമുക്കൊരു ഗ്രീൻ കളറും കാണുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീലിംഗ് എന്നാണ് കാണിക്കുന്നത്. അതിനായിട്ട് നിങ്ങൾ ഒന്ന് റിലാക്സ് ചെയ്യുക, ഫൺ ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. എസ്പെഷ്യലി ഇവിടെ ഗ്രൂപ്പ് നമ്പർ 3 റിലേഷൻഷിപ്പിൽ ഉള്ള വ്യക്തികളെ കുറിച്ചിട്ടാണ് കൂടുതൽ പറയുന്നത്, എടുത്തു പറയുന്നത്. ഫൊർഗീവ്നെസ് മസ്റ്റ് ആയിട്ടുള്ളതാണ്. വാശി, ഭയം, അതായത് ഒരു പേടി, പാസ്റ്റിൽ ഇങ്ങനെ ആയതുകൊണ്ട് ഇനി മുന്നോട്ടേക്ക് എടുത്ത് ചാടാനുള്ള ഒരു ഭയം, അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ലെറ്റ് ഗോ ചെയ്യേണ്ട ഒരു ആവശ്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയം പറയുന്ന വഴി നിങ്ങളിപ്പോൾ സഞ്ചരിക്കേണ്ട ഒരു സമയമാണ് എന്നുള്ള ഒരു മെസ്സേജ്, ഒരു സ്ട്രോങ് മെസ്സേജാണ് ഇവിടെ കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സമാധാനമാണ് കൊണ്ടുതരുന്നത്. ഒരു ജോയ്, ഒരു ബ്ലിസ് സ്റ്റേജിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. ഫോളോ യുവർ ഹാർട്ട്, അത് ഞാൻ എടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, അത് നിങ്ങളിലേക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അത്രയും സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ആൻഡ് നമുക്ക് ഈ യെസ് കാർഡ് വന്നിരിക്കുന്നതും വാട്ട് യു ആർ തിങ്കിങ് വിത്ത് യുവർ ഹാർട്ട് ഇസ് ജസ്റ്റ് ഫോർ യു റൈറ്റ് നൗ, ഡു ദാറ്റ് എന്നുള്ളൊരു എനർജിയാണ്. സോ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ്, പേഴ്സണൽ കൺസൾട്ടേഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് സ്പിരിച്വൽ ഗൈഡൻസസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ടാരറ്റ് റീഡിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൻ്റെ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ യെസ്, ഇതാണ് നിങ്ങൾക്കുള്ള ഇന്നത്തേക്കുള്ള ഒരു റീഡിംഗ്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ദിവസം കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ.